എല്ലാവർക്കും നമസ്കാരം. ഭൂമിയിലേക്ക് പുണ്യനദിയായ ഗംഗാദേവി പുനരുജ്ജീവിച്ച ദിവസം, അതായത് രണ്ടാമതായി ഒഴുകി ഇറങ്ങിയ ദിവസം, ഗംഗാ സപ്തമിയായി ആഘോഷിക്കുന്നത്. 2026 ഏപ്രിൽ 23 ഗംഗാ സപ്തമിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗാസ്നാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നു. ഗംഗയിൽ സ്നാനം ചെയ്യുക എല്ലാവർക്കും സാധിച്ചു വന്നിരിക്കില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണല്ലോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ സർവ്വപുണ്യ നദികളും വൈശാഖ മാസത്തിൽ എല്ലാ ജലാശയങ്ങളിലൂടെയും ഒഴുകിപ്പോകുന്നത്. അത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. ഗംഗാദേവിയും ആ സമയം നമ്മുടെ ജലാശയങ്ങളിലൂടെ ഒഴുകിപ്പോകുന്നു. ആ സമയം നമ്മൾ ശുദ്ധമായ മനസ്സോടെ ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗാ സ്നാനമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ സ്നാനം ചെയ്താൽ മുജ്ജന്മങ്ങളിലും ഈ ജന്മത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിപ്പോകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ചെറിയ കപ്പ് ചൂടുവെള്ളം കല്ലുപ്പിട്ട് അത് ചേർത്തുള്ള വെള്ളത്തിൽ ആദ്യത്തെ 2 കപ്പ് വെള്ളം ശിരസിലൂടെ ഒഴിച്ച് ശരീരമാകമാനം സ്നാനം ചെയ്യണം. അത് കഴിഞ്ഞ് തലേ ദിവസം പിടിച്ചു വച്ച വെള്ളത്തിൽ കുറച്ച് തുളസിയില തലേ ദിവസം സന്ധ്യയ്ക്ക് തന്നെ ഇറുത്തുവെച്ച് അത് ആ ജലത്തിൽ ഇട്ട് വയ്ക്കുക. ഉപ്പുവെള്ളത്തിൽ കുളിച്ച ശേഷം തലേ ദിവസം തുളസിയിലയിട്ട് വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് സ്നാനം ചെയ്യുക. ഗംഗാജലത്തിൽ തുളസി സ്പർശവും കൂടി ചേരുമ്പോൾ ഇരട്ടി പുണ്യമാണ്. സർവ്വപാപങ്ങളും നീങ്ങി പുതുജന്മമായിരിക്കും നമുക്ക് ലഭിക്കുക. പരിപൂർണ വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ, വ്യത്യാസം അനുഭവിച്ചറിയാൻ കഴിയും. മാനസികമായും ശാരീരികമായും ഒരു സുഖം നമുക്ക് അനുഭവപ്പെടും. ഈ സ്നാനത്തിലൂടെ ആത്മീയവും ശാരീരികവുമായ മോചനമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രോഗങ്ങളിൽ നിന്നും, മാനസിക പ്രശ്നങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, സർവ്വപാപങ്ങളിൽ നിന്നുമുള്ള മോചനം. തലേ ദിവസം സന്ധ്യയ്ക്ക് മുന്നേ കുളിക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് കുളിക്കുക. അത് കഴിഞ്ഞ് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുൻപ് പറഞ്ഞതുപോലെയും ചെയ്യുക. 2026 ഗംഗാ സപ്തമി തിഥി ഏപ്രിൽ 22 രാത്രി 10:49 ആരംഭിച്ച് ഏപ്രിൽ 23 രാത്രി 8:49 അവസാനിക്കുന്നു. സ്നാനം ചെയ്യുന്ന സമയം ഓം ഗംഗേ നമ എന്ന് ജപിച്ചുകൊണ്ട് സ്നാനം ചെയ്യുക. സാധിക്കുന്നതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക. കൂടാതെ മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുക. കൂടാതെ ഗംഗാ സ്തോത്രവും ജപിക്കുന്നത് വളരെയേറെ പുണ്യം. ദരിദ്രരായ 1-2 പേർക്കെങ്കിലും ഭക്ഷണം നൽകുക. കൂടാതെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലവും ഭക്ഷണവും നൽകുക. 2026 ഗംഗാ സപ്തമി ഏപ്രിൽ 23 വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത്. പുനരുജ്ജീവിച്ചത് എന്ന് പറയാൻ കാരണം, ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ഗംഗയുടെ ശക്തമായ ഒഴുക്ക് ജന്നു മഹർഷിയുടെ ആശ്രമത്തെ ആകമാനം അസ്വസ്ഥമാക്കി. കോപിഷ്ഠനായ മുനി ഗംഗാനദിയെ വിഴുങ്ങി. അതിൽ ദുഃഖിതരായ ദേവന്മാരും ഭഗീരഥ രാജാവും ചെന്ന് അഭ്യർത്ഥിച്ചതിന് പ്രകാരം ജന്നുമുനി ഗംഗയെ തൻ്റെ ചെവിയിലൂടെ മോചിപ്പിച്ചതിനെ തുടർന്ന് ഗംഗ ഭൂമിയിലേക്ക് രണ്ടാമതും ഒഴുകിയിറങ്ങി. അതുകൊണ്ടാണ് ഗംഗാദേവി പുനരുജ്ജീവിച്ച ദിവസമായി ഗംഗാ സപ്തമി ആഘോഷിക്കുന്നത്. അന്നു മുതലാണ് സ്ഥിരമായ ഗംഗ എന്ന പുണ്യനദി ഭൂമിയുടെ പുണ്യനദിയായി മാറിയത്. അതുകൊണ്ട് തന്നെ ഗംഗയെ ജാഹ്നവി എന്ന പേരിലും അറിയപ്പെടുന്നു. വൈകിട്ട് ഗംഗയെ മനസ്സിൽ സങ്കല്പിച്ച് നല്ല ശുദ്ധമായ ജലം കിണ്ടിയിൽ എടുത്തുവെച്ച് ഗംഗാ ആരതി ചെയ്യുന്നതും ഗംഗാസ്തോത്രം ചൊല്ലുന്നതും വളരെയേറെ പുണ്യം. ഗംഗാസപ്തമി യഥാവിധി ആചരിച്ച് എല്ലാവർക്കും എല്ലാ പാപമോചനങ്ങളും നേടി നല്ല സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം